ഇന്ന് നമ്മൾ പുളിക്കത്തൊട്ടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാ ഈ കയറി വരുന്ന ഒരു ബസ്സാണ് ഇങ്ങോട്ടാകെ വരാനുള്ളൂ. തൊടുപുഴയിൽ നിന്നും അതിരാവിലെ 7:35-നും ഉച്ചയ്ക്ക് 1 മണിക്കും പിന്നീട് വൈകുന്നേരം 5 മണിക്കുമാണ് യാത്ര പുറപ്പെടുന്നത്. ഈ ബസ്സിൽ കയറി ഇവിടെ വന്നിറങ്ങിയാൽ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നമോ അതുപോലെ തന്നെ മലിനീകരണ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇവിടെ വന്ന് കണ്ടു കേട്ട് പോകാം. താമസ സൗകര്യം വളരെ പരിമിതമാണ് കേട്ടോ. വലിയ ഒരു സിറ്റി അല്ല, എന്നാലും എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പഴയ കാലത്ത് നിർമ്മിച്ച ചില കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനൊക്കെ ഒരുപാട് കാലം പഴക്കമുണ്ട്. എത്ര പഴക്കമുള്ള ഒരു സ്ഥലമാണെങ്കിലും ഇവിടെ നല്ലൊരു ക്ലബ്ബുണ്ട് കേട്ടോ, ചലഞ്ചേഴ്സ് ക്ലബ്ബ്, അതാണ് അതിൻ്റെ പേര്. ഇപ്പോഴും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബുകൾ പോലുള്ള പല സംഭവങ്ങളും ഇപ്പോൾ നമുക്ക് അന്യം വന്നു പോവുകയാണ്. പക്ഷേ ഈ ഗ്രാമത്തിലെ ഏക ആശ്രയം അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളുടെ ഒരു ഹരമാണ് ഈ ക്ലബ്ബ്. അതുപോലെ തന്നെ ഈ ക്ലബിനോട് ചേർന്ന് തന്നെ ഒരു വോളിബോൾ കോർട്ടുമുണ്ട്. ഇപ്പോൾ കർക്കിടക മാസത്തിലെ തോരയുള്ള മഴ അവിടെ കളിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കോടമഞ്ഞും മഴയും ഒരുതരം പ്രത്യേക നുനുനുനാന്നുള്ള കാറ്റും ജനജീവിതത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇതാ ഈ കാണുന്ന കണ്ടോ, ഒരു BSNLൻ്റെ പില്ലർ. ഇതൊക്കെ അന്യം വന്നു പോകുന്ന ചില സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ വന്നാൽ ഇത് കാണാൻ പറ്റും. ഇപ്പോഴുള്ള തലമുറയിലുള്ള കുട്ടികളോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർ 2 കൈയും മലർത്തും. ഈ നിർമ്മിതിയിലുള്ള ഈ കെട്ടിടം കണ്ടോ, ഇതൊക്കെ അന്ന് അതായത് വർഷങ്ങൾക്ക് മുമ്പ് സിമൻറ്റ് കട്ട ഉപയോഗിച്ച് പണിത കെട്ടിടങ്ങളാണ്. അന്നൊക്കെ സിമൻറ്റും മണലും വളരെ കുറച്ച് മാത്രം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചിലവേറിയതായതുകൊണ്ട് അതിൻ്റെ അകത്ത് കല്ലൊക്കെ വെച്ചാണ് ഇഷ്ടിക നിർമ്മിച്ചിരുന്നത്. മര ബോക്സിനകത്ത് കല്ലും മണലും ഒക്കെ വാരിയിട്ട് ഒരു മുട്ടി കൊണ്ട് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ആ കട്ട നമുക്ക് പണിയാൻ പറ്റുന്നത്. അങ്ങനെ പണിത കട്ടയാണ് ആ കാണുന്നത്. നല്ല അത്ര സ്ട്രോങ് എന്നൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അന്നത്തെ ലഭ്യത അനുസരിച്ച് വളരെ ഭംഗിയായി പണിത ഒരു കെട്ടിടമാണ്. പിന്നെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ ക്ഷേത്രമാണ്. നല്ലൊരു ഗ്രൗണ്ടുണ്ട് ആ ക്ഷേത്രത്തിന്. ആ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നല്ല ഉത്സവം നടക്കാറുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ എല്ലാം ഒരു പ്രത്യേക ഉത്സവം തന്നെയാണ് ഈ അമ്പലത്തിലെ ഉത്സവം. എല്ലാവരും വരികയും ആഘോഷങ്ങളും എല്ലാവരും പാത്രങ്ങളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങുവാനും കലാപരിപാടിയൊക്കെ ആസ്വദിക്കുവാനും വളരെ മനോഹരമായൊരു ക്ഷേത്രം. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു പുരാതന കമ്പിത്തപാൽ ആപ്പീസാണ്, അതായത് പോസ്റ്റ് ഓഫീസ്. എത്ര കാലം പഴക്കമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴും വളരെ സജീവമായി ആളുകൾക്ക് കത്ത് വാങ്ങിക്കുവാനും അതുപോലെ പോസ്റ്റൽ ഇടപാടുകളൊക്കെ നടത്താനായിട്ട് ഇവിടെ ധാരാളം പേര് വരുന്നുണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. പല പോസ്റ്റ് ഓഫീസുകളിലും ഇന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണാനില്ല. പിന്നെ എല്ലാവരും സാധാരണക്കാരായ ആളുകൾ. എല്ലാ വീട്ടിലും പശുവുണ്ട്. ധാരാളം നല്ല പാല് കിട്ടുന്ന ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ മേഖലയെ. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോടമഞ്ഞാണ് ഇവിടുത്തെ അതിമനോഹരമായ ഒരു വൈബ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മഴയൊക്കെ കോട്ടൊക്കെ ഇട്ട് കുടയൊക്കെ ചൂടി അവിടെ നിന്ന് ഈ മഞ്ഞിങ്ങനെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഈ മഞ്ഞിനൊരു സ്മെല്ല്, അത് ആസ്വദിക്കുവാനും ആ തണുപ്പിങ്ങനെ മൂക്കിലൂടെ വലിച്ചു വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ ഹാ എന്താ ഒരു സുഖം, എന്താ ഒരു വൈബ്. പിന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കട നല്ല നാടൻ പശുവിൻ്റെ പാല് കൊണ്ട്, പാക്കറ്റ് പാലൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, നല്ല ചായ എടുത്ത് തരും. പിന്നെ റേഡിയോ വാർത്തകൾ എപ്പോഴും കേൾക്കാം. FM സ്റ്റേഷനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അതുപോലെ തന്നെ ആരോഗ്യ പരിപാടികൾ, ഇതൊക്കെ കേട്ടിരുന്ന് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ചായക്കട നമ്മുടെ പുളിക്കത്തൊട്ടി ടൗണിലുണ്ട്. ഏതാണ്ട് 40 വർഷമായിട്ട് ആ ചായക്കട അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ
അവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് ചായ കുടിച്ച് പോകാൻ എന്താ ഒരു സുഖം, പ്രത്യേകിച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ചില കാരണന്മാർ പത്രം വായിക്കാൻ വരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ അപൂർവം കാഴ്ചകളാണ് ഇങ്ങനെ വന്ന് പത്രം വായിക്കുന്ന ചില കാരണന്മാരെ കണ്ടുമുട്ടാൻ തന്നെ, അല്ലേ? ഒരു ഗ്രാമീണ ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ തീർച്ചയായിട്ടും നമ്മുടെ പുളിക്കത്തൊട്ടിയിലുണ്ട്. കാണാൻ വരുന്നവർക്ക് ഇതെല്ലാം കണ്ട് വളരെ മനോഹരമായ ചില സാധനങ്ങളൊക്കെ വാങ്ങി അവർക്ക് തിരിച്ചു പോകാം. അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. തീരെ ചെറിയ കുടിലുകളും വീടുകളും മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ വലിയ വീടുകളുമുണ്ട്. പുറത്തുനിന്നുള്ള ടൗണിൽ നിന്നൊക്കെ ജീവിതം മടുത്ത് ഒന്ന് വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ വന്ന് വലിയ വീടുകളൊക്കെ വെച്ച് കെട്ടി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എത്തുന്നതിന് മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയിൽ നിന്നും കഞ്ഞിക്കുഴിയിൽ നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്ന റോഡ് സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് സുഗമമായിട്ട് ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ. അതിന് ഞാൻ നിങ്ങളെ ഹാർദവമായി ക്ഷണിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഇതുപോലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.